ഒന്ന് വഴറ്റി ഇടാം. പിന്നെ കുങ്കുമപ്പൂ ഇടുന്നവരുണ്ട്, കുങ്കുമപ്പൂ ഇടാം. അപ്പോൾ ഒരു കളറും കൂടെ കിട്ടും, നല്ല ഒരു കളറും കൂടെ അതിന് കിട്ടുന്നതാണ്, ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഏലക്കായ മാത്രമേ ചേർത്തുള്ളൂ. കുങ്കുമപ്പൂവൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, പറ്റുന്നവർക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നട്ട്സും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല വറുത്തിട്ട്. അപ്പോൾ നെയ്യിൽ വറുത്ത നട്ട്സ് നമുക്ക് വിളമ്പുമ്പോൾ, ഇപ്പോൾ ഒരാൾക്ക് സെർവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ കുങ്കുമപ്പൂവും ഒക്കെ ഇങ്ങനെ ഇടാം. അപ്പോൾ ഇത് ഞാനൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇത് മാസങ്ങളോളം ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ആയാലും വലിയവർക്കായാലും ഭക്ഷണശേഷം നിങ്ങൾക്ക് ഒരു ഹെൽത്തി സ്വീറ്റ് കഴിക്കണം തോന്നിയാൽ ഇത് കുറച്ചെടുത്തിട്ട് കഴിക്കാം. 4-5 ടേബിൾ സ്പൂൺ നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സ്വീറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.